പ്രിയപ്പെട്ടവരെ, ഈ ഇഫ്താർ പരിപാടിയിലേക്ക് എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഫസൽ ഗഫൂർ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം നടത്തിയൊരു പരാമർശം എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മളെല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നവരാണ്, അതുകൊണ്ടാണ് നിങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കുന്നത്. സത്യമായും കാരണം ഫസൽ ഗഫൂർ MES MES എന്ന സംഘടനയും ഫസൽ ഗഫൂറും ഒക്കെ ശരിയായും പൂർണ്ണമായും മതവിശ്വാസികളുടെ സംഘടനയും വ്യക്തികളുമാണ്. അതോടൊപ്പം തന്നെ എനിക്കറിയാവുന്ന കാലം മുതൽ അങ്ങേയറ്റത്തെ മതേതര വിശ്വാസികൾ കൂടിയാണ്. എല്ലാ മതേതരത്വം നിലനിൽക്കണമെന്ന്, ഈ രാജ്യത്ത് മതേതരത്വം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഞാനും അതേ രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു പറയാൻ ഒറ്റ നിർദ്ദേശം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ, കാരണം സമയമില്ല എന്നുള്ളതുകൊണ്ട്. നമ്മളിവിടെ കൂടിയിട്ടുള്ളത് നോമ്പ് തുറക്കലിന് മാത്രമല്ല എന്ന് നമുക്കറിയാം, ഒരേ മനസ്സുള്ള ആളുകളുടെ ആശയവിനിമയത്തിനാണ്. ഇതിനിപ്പോൾ സമയവും കുറവാണ്. സത്യത്തിൽ MES ഉൾപ്പെടെയുള്ള സംഘടനകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ റംസാൻ കാലത്തല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള വേദികൾ ഒരുക്കണം. ഭക്ഷണമൊന്നും വേണമെന്നില്ല. കുറേ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തെ ആശങ്കപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുമോ എന്ന ഭീതി, ഫാസിസം ഏത് കാലത്താണ് ഇനി ഭീകരമായി പിടിമുറുക്കുക എന്നുള്ള ഭീതി നിലനിൽക്കുന്ന കാലത്ത് അതിനെതിരെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഒരു ആശങ്ക കൂടി എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുമിച്ചെതിർക്കേണ്ട ഫാസിസത്തെ ഒരുമിച്ചെതിർക്കേണ്ടതിന് പകരം അതല്ലാത്ത രൂപത്തിലുള്ള പ്രവണതകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അനാവശ്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഭീകരമായിട്ട് ഒപ്പം നിൽക്കേണ്ടവർ പരസ്പരം കടിച്ചു കീറുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അക്കാര്യത്തിൽ. അത് ഒഴിവാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ പുലി വരുന്നേ പുലി എന്ന് പറയുന്നതിന് മുമ്പേ തന്നെ ഫാസിസം എന്ന പുലി മതേതരത്വത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിട്ട് ഇന്ത്യയുടെ ഭാവിയെ തകർക്കും എന്നൊരാശങ്ക ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നു. അത് എല്ലാവരും ബാക്കിയുള്ള ലഹരിയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. പക്ഷെ അതിനേക്കാൾ ഭീകരമാണ് ഇത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകമായി നന്ദി പറയും.